എൻ്റെ കൈവശം 5 രൂപയുടെ 24 നാണയങ്ങളും 10 രൂപയുടെ 16 നാണയങ്ങളും 20 രൂപയുടെ 8 നാണയങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം ചേർത്ത് ഞാൻ 8 പേർക്ക് തുല്യമായി ഭാഗിച്ചു നൽകിയാൽ ഒരാൾക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഉത്തരം നോക്കൂ. 24 5 രൂപ 120 രൂപയായി. 16 10 രൂപ 160 രൂപ. 8 20 രൂപ 160 രൂപ. ആകെ 440 രൂപ 8 പേർക്കായി ഭാഗിച്ചാൽ ഒരാൾക്ക് 55 രൂപ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ക്രിയ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ മറ്റൊരു എളുപ്പ വഴിയാണ് പറഞ്ഞിരിക്കുന്നത്. 24 5 രൂപ നാണയങ്ങൾ 8 പേർക്ക് നൽകിയാൽ ഒരാൾക്ക് 3 നാണയം വീതം കിട്ടുമല്ലോ, 15 രൂപയായി. 10 രൂപ നാണയങ്ങൾ 2 എണ്ണം വീതം കിട്ടും, 20 രൂപയായി. 20 രൂപ നാണയങ്ങൾ 8 എണ്ണമാണുള്ളത്, ഓരോരാൾക്കും ഓരോന്ന് വീതം കൊടുക്കാം. ആകെ നമുക്ക് നോക്കിയാൽ 15 രൂപയും 20 രൂപയും 20 രൂപയും ആകെ 55 രൂപ എന്ന് കണ്ടുപിടിക്കാൻ കൂടുതൽ കണക്ക് കൂട്ടലുകൾ ആവശ്യമില്ല. ഈ എളുപ്പ വഴി കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഏതൊരു പ്രശ്നം പരിഹരിക്കുമ്പോഴും അതിന് വ്യത്യസ്ത വഴികളുണ്ടാവാം. ഏറ്റവും എളുപ്പമുള്ള വഴികൾ കണ്ടെത്തി ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കുമല്ലോ.